എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. ഓണം സ്പെഷ്യൽ മസാല കൂട്ടുകറി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് അതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബീൻസ് ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 50 ഗ്രാം ഗ്രീൻ പീസാണ്. ഇതൊരു ഹാഫ് വേവിലേക്കാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതിലേക്ക് നന്നായി വെന്തോളും. പിന്നെ ഒരു സവോള ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊരു 10 മിനിറ്റ് വേവട്ടെ. ഒരു 10 മിനിറ്റ് നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ലതുപോലെ ഒന്നും വെന്തിട്ടൊന്നുമില്ല, അതായത് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾക്ക് ഒരുവിധം നല്ലപോലെ വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് അതിനുള്ളൊരു മസാല വറവ് ശരിയാക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചെറുതായി ചൂടായി വരുന്നതിന് അതിൽ ഗരം മസാല 1 സ്പൂണ് വലിയ ജീര, 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്കായാണ്. പിന്നെ എരിവിന് ആവശ്യമായ ചുവന്ന മുളകാണ്, നല്ല എരിവുള്ള മുളക് ഒരു 6 എണ്ണം. പിന്നെ അതിലേക്ക് ഒരു 4 അല്ലി വെള്ളുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10-15 കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു അരമുറിയുടെ പകുതി തേങ്ങ മതിയാവും. ഇതിൽ അധികം തേങ്ങ ചേർക്കണ്ട. അപ്പോൾ തീയിലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നമ്മൾ നല്ല ചുവന്നായിട്ട് വറുത്തെടുക്കണം. എണ്ണ തെളിയോളം നന്നായിട്ട് ഒന്ന് ബ്രൗണായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ആ തെളിഞ്ഞ് വന്ന എണ്ണയിൽ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ചൂടാറുന്നതിന് മുമ്പായിട്ട് അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും, വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരിക്കലും വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഒന്ന് കുഴഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കുറുകി വരട്ടെ. ആ മിക്സി കഴുകിയിട്ട് അതിലെ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി മസാല കൂട്ടുകറിയായിരിക്കും ഇത്. അത്യാവശ്യം നല്ല എരിവുള്ള നല്ലൊരു കൂട്ടുകറിയാണ്, എല്ലാവർക്കും അറിയാം. ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, അത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പോരാത്തതിന് കുറച്ച് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് ഈ കറി ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസമായാലും ഇത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്താൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല എരിവും ഉപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തിടണം. അപ്പോൾ അതിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചൊരു നാളികേരമാണ്, ഇതുപോലെ ചെറുതായി അരിഞ്ഞ നാളികേരപ്പൂള് ചെറുതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2-3 തണ്ട് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കടിക്കുന്ന സമയത്ത് അതുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.